ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഈ ഈശോ ഒന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 58-ാം തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം. നീ നിൻ്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴി വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. നിനക്കൊരു ശത്രു ഉണ്ടെന്നിരിക്കെ നീ അവനുമായിട്ട് നിന്നെ വിധിക്കാൻ അധികാരമുള്ള ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തിയാണ് വഴിയിൽ വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക. ഇല്ലെങ്കിൽ അവൻ നിന്നെ അധികാരിയുടെ അടുത്തേക്കൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ നീ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. രമ്യതയുടെ ഒരു സുവിശേഷത്തെക്കുറിച്ചാണ് പറയുക. നമ്മളൊക്കെ ജീവിക്കുന്നത് കുടുംബങ്ങളിൽ അല്ലെങ്കിൽ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള അടുപ്പത്തിലാണ്. തീർച്ചയായിട്ടും പല ക്ലാഷുകളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാം. എല്ലാവരും ഒരുപോലെ വ്യാപരിക്കണമെന്നില്ല, എല്ലാവരും ഒരുപോലെ പരിഗണിക്കണമെന്നില്ല. ജീവിതത്തിൽ സ്നേഹം വിളമ്പുന്നത് പല തോതിലായിരിക്കും, വ്യക്തികളെ മനസ്സിലാക്കുന്നത് പല തോതിലായിരിക്കാം. അത് പലതരത്തിലുള്ള ശത്രുതകൾ വേണമെങ്കിൽ സമ്പാദിച്ചു തരാം. വിശുദ്ധ കൊച്ചുരേസ്യയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവളെ മാറ്റി നിർത്തിയവർ, അവളെ പരിഗണിക്കാത്തവർ, അവളെ ഉപേക്ഷിച്ചവർ, അവളെല്ലാം പറയുക അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. ഈശോയോട് പോലും പറയുന്നുണ്ട്, ഞാനൊരു കളിപ്പന്ത, നീ വേണമെങ്കിൽ എന്നെ മാറ്റി നിർത്തിക്കോ, എന്നെ കുത്തിപ്പൊട്ടിച്ചോ. സ്നേഹത്തിനു വേണ്ടി പിടിച്ചുപറിയൊന്നും അവൾ നടത്തുന്നില്ല. അതേസമയം അവളെ സ്നേഹിക്കാത്തവരെ ഒട്ടും മാറ്റി നിർത്തുന്നുമില്ല. എല്ലാവരെയും ആശ്ലേഷിക്കുന്ന സ്നേഹം. കാരണം അവൾ മനസ്സിലാക്കിയത് എല്ലാവരിലേക്കും പെയ്തിറങ്ങുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ഈ സ്നേഹം അനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കരങ്ങൾക്കും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ സ്നേഹത്താൽ ഈ വ്യക്തിയെ നിറയ്ക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ട എല്ലാ കൃപകളും നൽകണമേ. എല്ലാ തരത്തിലുള്ള ശത്രുതയിൽ നിന്നും പുറത്തിയാടിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ നീ